നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഒന്നാകെ ആകാംക്ഷയോടെ കാത്തിരുന്ന തൃശൂർ പൂരം, അതിനിടയിലുണ്ടായ ചില സംഭവങ്ങൾ. തൃശൂർ പൂരം അവസാനിച്ചിട്ടും ഇപ്പോഴും വിവാദ പൂരങ്ങൾക്ക് ഒരു കുറവുമില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കുക എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം മോശമായി പെരുമാറുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ: പൂരം വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നതിലും പൂരം സമാപന ചടങ്ങുകൾ അലങ്കോലമായതിലും പോലീസിന്റെ നടപടികളിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ ആരോപണം. അതിനു പിന്നിൽ പ്ലാനുണ്ട്, ഗൂഢാലോചനയുണ്ട്. വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയതാണ്. 2 മണിക്ക് വിളിച്ചു, 2:10 പുറപ്പെട്ടു. തന്നെ ബ്ലോക്ക് ചെയ്തിട്ടതിനാൽ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നത്. ഏതു പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായാലും അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണം. തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നാണ് തന്നെ വിളിച്ചത്. കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ നിർത്തിപ്പോവുക എന്നാണ് പോലീസ് പറഞ്ഞത്. കമ്മീഷണർ തനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് പാലിച്ചത്. ചുമ്മാ അടുക്കള വർത്താനം പറയരുത് എന്നതടക്കമുള്ള പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. തൃശൂർ പൂരം അവസാനിച്ചതിന് പിന്നാലെയാണ് വിവാദ പൂരത്തിന് തുടക്കമായത്. നേരത്തെയും സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: വെടിക്കെട്ട് വൈകിയത് വേദനിപ്പിച്ചെന്നും ശബരിമല പോലെ ഒരു ഓപ്പറേഷനാണോ തൃശ്ശൂരിൽ നടന്നതെന്ന് സംശയിക്കുന്നുവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വോട്ട് നേടാൻ ഉണ്ടാക്കിയ തിരക്കഥയാണോ ഇതെന്ന് സംശയമുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. മുതലെടുക്കാൻ ശ്രമിച്ചത് LDFും UDFും ആണ് എന്നായിരുന്നു സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചത്. തൃശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് തൃശൂർ പൂരം കുളമാക്കിയെന്നായിരുന്നു തൃശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പ്രതികരിച്ചത്. കുടമാറ്റം വരെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം രാത്രിയാണ് പോലീസിന്റെ ധിക്കാരപരമായ സമീപനത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നത്. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിയോടെയാണ്. സാധാരണ വെടിക്കെട്ടിനുണ്ടാകേണ്ട യാതൊരു പൊലിമയും ഉണ്ടായില്ല എന്നും K മുരളീധരൻ ആരോപിച്ചിരുന്നു. പോലീസിൻ്റേത് ഏകാധിപത്യ പ്രവണതയാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇല്ലേ? എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല? ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രി എന്തുകൊണ്ട് രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ചില്ല? 11 മണിക്ക് തുടങ്ങിയ അനിശ്ചിതത്വം പരിഹരിച്ചത് കാലത്ത് 6 മണിക്കാണ്. ഇത്രയും സമയം മന്ത്രി എന്ത് ചെയ്തു? സർക്കാർ എന്ത് നിലപാടെടുത്തു? പൂരത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ ഇല്ലാതാക്കാം എന്ന ശ്രമമാണ് നടന്നതെന്നും K മുരളീധരൻ തുറന്നടിച്ചിരുന്നു. കേന്ദ്രത്തിനും ഇതിന് പങ്കുണ്ടെന്നും K മുരളീധരൻ ആരോപിച്ചിരുന്നു. ഓരോ കാലങ്ങളിലും കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അതിനൊപ്പം സംസ്ഥാനവും ചേർന്നു. രണ്ടും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ദേശീയോത്സവം ഏതാണ്ട് കുളമാക്കി. സംഭവത്തിൽ വസ്തുതാനിഷ്ഠമായ അന്വേഷണം വേണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനായ കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിച്ച് സർക്കാരും തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം എടുത്തുകൊണ്ട് പോകും നിങ്ങളുടെ പട്ട എന്ന് പറയുന്നത് അടക്കമുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.